ആലപ്പുഴ അന്ധകാരനടിയിൽ 2 മൃതദേഹങ്ങൾ കടൽ തീരത്തടഞ്ഞു. അരൂർ വെമ്പലേഴത്ത് നിയാസാണ് മരിച്ചവരിൽ ഒരാൾ. മറ്റൊരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. രഘുവാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. രഘു, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? മരിച്ച ആളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, അപകടത്തിന്റെ വിവരങ്ങൾ. അന്ധകാരനഴി ഭാഗത്താണ് 2 മൃതദേഹങ്ങൾ 2 സ്ഥലത്തായിട്ട് അടിഞ്ഞത്. 1 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് 2 മൃതദേഹങ്ങളും അടിഞ്ഞിരിക്കുന്നത്. അവിടുത്തെ നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. ഒന്ന് കുത്തിയതോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലും രണ്ടാമത്തെ മൃതദേഹം പട്ടണക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണുള്ളത്. കുത്തിയതോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ലഭിച്ച മൃതദേഹം അരൂർ സ്വദേശി നിയാസിന്റേതാണ്. അരൂർ നിയാസിനെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ 2 ദിവസം മുൻപ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത് ആത്മഹത്യയാകാമെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. പട്ടണക്കാട് അന്ധകാരനഴി അഴുകിയ നിലയിൽ മൃതദേഹമുള്ളത്. അത് ഒരു രീതിയിലും മുഖമോ ശരീരമോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്രമേൽ അഴുകിയിട്ടുണ്ട്. അതുകൊണ്ട് DNA പരിശോധന ഉൾപ്പെടെയുള്ള നടത്തിയാൽ മാത്രമേ ആ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഒരുപക്ഷെ ആ കടലിൽ അകപ്പെട്ടു പോയ മത്സ്യത്തൊഴിലാളികളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആത്മഹത്യ ചെയ്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പോലീസ് പരിശോധന, അതായത് കാണാതായ ആളുകളെ പറ്റിയൊക്കെ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ അന്ധകാരനടിയിലാണ് 2 മൃതദേഹങ്ങൾ കരക്കടിഞ്ഞത്.